Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. SDPI ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയും പൊതുസമ്മേളനവും നടന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോടെ അഞ്ചൽ കൈതാടി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി അഞ്ചൽ ആറോ ജംഗ്ഷൻ വഴി ചന്തമുക്കിലെത്തി സമാപിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ റാലിയിൽ പങ്കെടുത്തു. മക്കൾ തെരുവിൽ തന്നെ വിമോചനത്തിൻ കാഹളമേന്തി വിമോചനത്തിൻ കാഹളമേന്തി പോരാടുന്ന ധീരനെ ഫലസ്തീനിലെ പോരാളികളെ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. തുടർന്ന് പൊതുസമ്മേളന വേദിയിൽ നടന്ന ഐക്യദാർഢ്യ സമ്മേളനം SDPI കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് ഷറാഫത്ത് വല്ലത്തിന്റെ അധ്യക്ഷതയിൽ SDPI ദേശീയ കൌൺസിൽ അംഗം മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ഉദ്ഘാടനം ചെയ്തു. പാലസ്തീന്റെ വിശുദ്ധമായ ഭൂമികയിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ നിർമ്മിച്ചതിന്റെ യാഥാർത്ഥ്യമെന്തെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പാലസ്തീന്റെ പോരാട്ടവീര്യം, അവരുടെ സ്വാതന്ത്ര്യദാഹം, അതിനുള്ള സമർപ്പണ മനസ്സ് മുതലായവ ലോകം മുഴുവനും ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പണക്കൊഴുപ്പുകൊണ്ട് ആധുനിക നിർമ്മിതിയുടെ പിൻബലത്തോടെ ഒരു ചെറിയ ഭൂമിയിലെ മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ട് സർവാധിപത്യം സ്ഥാപിക്കാമെന്ന് വ്യാമോഹിച്ചവർക്ക് കടുത്ത തിരിച്ചടിയാണ് പാലസ്തീന്റെ മണ്ണിൽ നാളിതുവരെ ഉണ്ടായിട്ടുള്ളതെന്നും 24 മണിക്കൂറിനകം ഗാസയെ ചുട്ടരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഗാസയിലേക്ക് കടന്നു കയറിയിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും അതിന് സാധിച്ചിട്ടില്ലെന്നും അഷ്റഫ് മൗലവി തുടർന്ന് പറഞ്ഞു. ഖിലാഫത്ത് നിലനിൽക്കുമ്പോൾ ഉമർ ഫാറൂഖിന്റെ കാലഘട്ടം മുതൽ ഞാൻ പ്രത്യേകമായി പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. ലോക ചരിത്രത്തിൽ ആ ഖിലാഫത്തിനെ പോരാട്ടം നടത്തി തെറ്റായ മാർഗത്തിലൂടെ യൂറോപ്യൻ സാമ്രാജ്യത്വം ആധിപത്യം പുലർത്തുന്നത് വരെ സ്വതന്ത്രവും സ്വസ്ഥമായി മുസ്ലിം ഭൂമികയിൽ ജീവിച്ചവരാണ് ലോകത്തിന്റെ ജൂത സമൂഹം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അതിനുള്ളൊരു തിരിച്ചടി എന്ന് ഇതിനെ അപഗ്രഥിച്ച് അബദ്ധ പ്രചരണം നടത്തുന്ന നമ്മുടെ നാടിന്റെ സംഘപരിവാർ ഭൂലിക എഴുത്തുകാരോട് ഉൾപ്പെടെ ഞാൻ പറയുകയാണ്, ചരിത്രത്തിൽ അങ്ങനെ ഒന്ന് കാണാൻ നമുക്ക് സാധ്യമല്ല. പിന്നെ നമുക്ക് ആ തിരിച്ചറിയേണ്ടത്, ആവർത്തിച്ച് ഞാൻ പറയുന്നു, ഫലസ്തീൻ മുസ്ലിം ലോകത്തിന്റെ വിശുദ്ധ ഖുദ്സ് നിലനിൽക്കുന്ന മണ്ണെന്ന വൈകാരിക ബന്ധമുള്ള ഭൂമിയാണ്. ഓരോരുത്തർക്കും അത്ര വിശുദ്ധ ഗേഹങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവരെ വിശുദ്ധ മണ്ണായി കാണുന്ന ജെറുസലം ഉൾപ്പെടെയുള്ള ഭൂമിയാണ്. അത്തരം ചരിത്ര യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയട്ടെ, ഫലസ്തീൻ എന്ന രാഷ്ട്രം ഫലസ്തീന്റെ വിശുദ്ധമായ ഭൂമികയിൽ അല്ലെങ്കിൽ ഫലസ്തീന്റെ ചരിത്ര മണ്ണിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ നിർമ്മിച്ചതിന്റെ യാഥാർത്ഥ്യമാണ് നാം തിരിച്ചറിയേണ്ടത്. ഞാൻ വിശദമായ ചരിത്രങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം പുതിയ തലമുറ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഫലസ്തീനിന്റെ പോരാട്ട വീര്യം, അവിടെ സ്വാതന്ത്ര്യദാഹം, അതിനുമുള്ള സമർപ്പണ മനസ്സ് ലോകം മുഴുവനും ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പണക്കൊഴുപ്പ് കൊണ്ട് ആധുനിക നിർമ്മിതിയുടെ പിൻബലത്തോടെ ഒരു ചെറിയ ഭൂമിയിലെ മനുഷ്യ മക്കളെ കൊന്നൊടുക്കിക്കൊണ്ട് സർവാധിപത്യം പുലർത്താമെന്ന് വ്യാമോഹിച്ചവർക്ക് കടുത്ത തിരിച്ചടി തന്നെയാണ് ഫലസ്തീന്റെ മണ്ണാളിതുവരെ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, ഇസ്രായേൽ അതിന്റെ സർവ്വ സംവിധാനങ്ങളുമായിട്ട് ഗസയിലേക്ക് കടന്നു കയറുന്നത് 24 മണിക്കൂറിനുള്ളിൽ ആ ചെറിയ ഭൂമിയെ ഞങ്ങൾ ചുട്ടരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ 2 വർഷം പൂർണ്ണമാകുമ്പോഴും ആ നാടിനെ കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇസ്രായേൽ പ്രസിഡന്റിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രൂപീകരിച്ച 20 പദ്ധതിയിൽ പോലും ഹമാസിനെ നിരായുധീകരിക്കണമെന്ന അജണ്ടയാണ് മുന്നോട്ട് വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദശലക്ഷക്കണക്കിന് ഡോളറുകളുടെ ആയുധങ്ങൾക്ക് പോലും ഹമാസിന്റെ വീര്യത്തെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ
വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഇസ്മായിൽ ഖനി, SDPI ജില്ലാ സെക്രട്ടറി ഷെരീഫ് കാര്യറ, ജില്ലാ കമ്മിറ്റി അംഗം മനാഫ് പത്തടി, താലൂക്ക് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് H. സലീം രാജ്, വിമൻസ് ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ ജനറൽ സെക്രട്ടറി റീജ മിയന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ അഞ്ചൽ.